എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റീവാലുവേഷൻ റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ഒരു പകുതിയോടൊക്കെ കൂടി എന്തായാലും പ്രസിദ്ധീകരിക്കും. അപ്പോൾ മാർക്ക് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. 500 രൂപ വെള്ളത്തിലാകുമോ അതോ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കുറേ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റീവാലുവേഷൻ റിസൾട്ട് കാത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ഒരു പകുതിയോടൊക്കെ കൂടിയ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഏതായാലും ഞാനിപ്പോഴും ഒരു ഞാനായിട്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല, എന്നാലും ഏകദേശം എൻ്റെ ഒരു ഊഹപ്രകാരം ഞാനൊരു ഷെഡ്യൂൾ ചെയ്ത് പറഞ്ഞ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുമ്പായിട്ട് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം ഈ വാല്യുവേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 3 ദിവസമായിരുന്നു, 21, 22, 23 എന്ന രീതികളിൽ 3 ദിവസം വാല്യുവേഷനൊക്കെ പൂർത്തീകരിച്ചു. അപ്പോൾ ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിനല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. മാർക്ക് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മാർക്ക് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോൾ റീവാലുവേഷൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ പറയാം. നിങ്ങൾക്ക് റീവാലുവേഷന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സംഭവിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യാം, റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ മുന്നേ ഉണ്ടായിരുന്നേ കഴിഞ്ഞ് മാർക്ക് കൂടും, ഒരു 10 മാർക്കൊക്കെ അധികം കൂടും. അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്നേ കഴിഞ്ഞും ഒരു 2-3 മാർക്ക് കുറയും. അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന മാർക്ക് തന്നെ അവിടെ നിൽക്കും. ഇങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിക്കാരെടുക്കാം. ഇപ്പം ഈ 10 മാർക്ക് കൂടുന്ന കാറ്റഗറിക്കാരുണ്ടല്ലോ, അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ 10 മാർക്ക് കൂടുന്ന കാറ്റഗറി ആ ടീമുകാർക്ക്, അതായത് നിലവിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും 10 മാർക്ക് ഇമ്പ്രൂവ് ആകുമ്പം നിങ്ങൾ അടച്ച 500 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാരണം 8 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച ഫീസ് തിരിച്ചു കിട്ടും. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം മറ്റൊരു ചോദ്യമാണ്. എൻ്റെ സാറേ, ജയിക്കാൻ വേണ്ടിയാണ് റീവാലുവേഷൻ കൊടുത്തത്, 2-3 മാർക്കും കൂടെ കിട്ടിയാൽ ജയിക്കും, പണം തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് കൂടുമോ? ആ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 500 രൂപ പോട്ടെ, പക്ഷേ മാർക്ക് കൂടുമോ? നിങ്ങൾക്ക് 8 മാർക്ക് കൂടിയാലേ പൈസ തിരിച്ചു കിട്ടുള്ളൂ. 1-2 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും, പക്ഷേ പൈസ തിരിച്ചു കിട്ടില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ ജയിക്കേണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പൈസയല്ല വേണ്ടത്, എങ്ങനെയും ജയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, 2-3 മാർക്കൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില ഘട്ടത്തിൽ മറ്റൊരു കാര്യവും സംഭവിക്കാറുണ്ട്. എന്ത്? നിലവിലുണ്ടായിരുന്ന മാർക്ക് കുറയും. നിലവിലുണ്ടായിരുന്ന മാർക്കിനെ കഴിഞ്ഞ് ചിലപ്പോൾ 2-3 മാർക്ക് താഴെ പോകും. അന്നേരം എന്ത് സംഭവിക്കും സാറേ എന്ന് ചോദിക്കുന്നത്. അപ്പം 500 രൂപ കൊടുത്തിട്ട് ഇപ്പം മാർക്ക് കുറയാനാണോ സാറേ റീവാലുവേഷൻ കൊടുത്തത്? അന്നേരം നിങ്ങളുടെ കൂടിയ മാർക്ക് ഏതാണോ അത് പരിഗണിക്കും. നിങ്ങളുടെ നിലവിൽ ഏത് മാർക്കാണോ നിങ്ങൾക്ക് കൂടുതൽ, ആ കൂടിയ മാർക്ക് പരിഗണിക്കും. ആ കുറഞ്ഞ മാർക്ക് അവരെന്ത് ചെയ്യും, ക്യാൻസലേഷൻ ചെയ്ത് കളയുകയും ചെയ്യും. പക്ഷേ റീഫണ്ട് ഒന്നും കിട്ടുകയില്ല. ഇതാണ് റീവാലുവേഷൻ്റെ അവസ്ഥ. റീവാലുവേഷൻ കൊടുത്തിട്ടുള്ള മിക്ക വിദ്യാർത്ഥികൾക്കും മാർക്ക് കൂടിയിട്ടുണ്ട്. കാരണം പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം +1 റീവാലുവേഷനൊക്കെ കൊടുത്തപ്പം, ഞാൻ റീവാലുവേഷൻ കൊടുത്തില്ലായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്. പല വിദ്യാർത്ഥികൾക്കും 10 മാർക്ക് വരെ കൂടിയിട്ടുണ്ട്. തീർച്ചയായും കൂടുമായിരിക്കും. കാത്തിരുന്ന് കാണാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.